അടുത്ത് വരണേ. നീ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ, ഇവിടെ വാ, ഇത് കാണണ്ടേ, വാ, ലൈവാ. ഇത് മര്യാദക്ക് എടുത്തതാണ്. ഞാൻ പിന്നെ എന്നെ കാണുന്നില്ലേ, ഞാൻ പിന്നെ സൗണ്ട് കൊടുക്കുന്നല്ലേ. വാ പിന്നെ. അപ്പൊ ഇതെങ്ങനെ തന്നെയാ? ഒന്നും കൂടി. ശരിക്കും പറഞ്ഞാ ഈ രീതിയിൽ നമ്മൾ വരുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. ഞാൻ ഒന്ന് ഓഫ് ചെയ്യട്ടെ എന്നിട്ട് പറയാം. ഇങ്ങനെ മുഖാമുഖം വരുന്ന ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പൊ പലരും എന്നെ കണ്ടപ്പോ എന്താണ്, നിങ്ങൾ വിചാരിച്ച് മുഖമായിരിക്കില്ല, സൈഡും ബാക്കൊക്കെ അല്ലേ കാണാറുള്ളത്. അപ്പൊ ഇതാണ് ഗൗരീസ് ഹോമിലെ ഞാൻ. അപ്പം ഗൗരീസ് ഹോം എന്ന് കേൾക്കുമ്പോൾ ഗൗരിയാണെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഞാൻ ഗൗരിയുടെ അമ്മയാണ്. പിന്നെ ഇങ്ങനെ വന്നതുകൊണ്ട് തന്നെ എന്നെ ശരിക്കും മനസ്സിലായ കുറച്ച് പേരും ഉണ്ടാവും. ചിലപ്പം കമൻ്റായിട്ട് അത് വരും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പിന്നെ ഇങ്ങനെ വരാനുള്ള കാരണം അറിയാലോ, നിങ്ങളെപ്പോലെ തന്നെ ഞാനും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുക, ആരാ നമ്മുടെ ആ ഒരു വിന്നർ എന്നറിയാൻ വേണ്ടിയിട്ട് ലൈവായിട്ട് തന്നെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ ഞാൻ മുന്നിൽ, അതായത് പുറത്ത് വരാനുള്ള കാരണം, അപ്പുറത്ത് സൗണ്ടൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം. ഞാൻ പറഞ്ഞില്ല മൈക്കില്ലാത്തത് കൊണ്ട്. പുറത്ത് വരാനുള്ള കാരണം നമ്മുടെ ആ ഒരു ഗ്രാസ് ഇല്ലേ, ഗ്രാസ് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഉള്ളിൽ വെള്ളം ഇറങ്ങുമോ എന്നുള്ളത്. ഞാനൊന്ന് ക്ലിയർ ചെയ്തുതരാം. ഇത് കണ്ടോ, ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഗ്രാസ്. ഇതൊന്ന് കാണിച്ചിട്ട് വിന്നറോ നോക്കാം. കാരണം ഇതിനായിട്ടൊരു വീഡിയോ എടുക്കുമ്പോൾ അത്രേ ഉണ്ടാവും. അപ്പോൾ വെറുതെ ഒന്ന് നനച്ചിട്ട് അത് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് ഞാൻ ലൈവായിട്ടൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. കേട്ടോ, നിറച്ച് ഞാനിങ്ങനെ വെള്ളം ഒഴിക്കുന്നുണ്ട്. അതപ്പുറത്തൊരു ബൈക്ക് പോകുന്ന സൗണ്ടാട്ടോ. വെള്ളം ഒഴിക്കുന്നുണ്ട്, കണ്ടോ, വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ കെട്ടി നിൽക്കുന്നില്ലല്ലോ. ആ വെള്ളം ഇങ്ങനെ നന്നായിട്ട് അബ്സോർബ് ആവുന്നുണ്ട്. മണ്ണ് വെള്ളം കുടിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, അപ്പം ഡൗട്ട് ചോദിച്ച ആൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം അല്ലേ. വിന്നർ ആരാന്ന് നോക്കാം. അന്ന് ഞാൻ ഇത് കാണിച്ചു തന്നിട്ടില്ലല്ലോ, ഇതിൻ്റെ അടുത്ത് വിട്ടുപോയതല്ല. ടി വി ഒന്ന് ഓഫ് ചെയ്യട്ടെ. ആ മറ്റേ ഫോൺ എടുത്ത് തരുമോ? നീ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇവിടെ വാ, ഇത് കാണണ്ടേ, വാ, ലൈവാ. ഇത് മര്യാദക്ക് എടുത്തതാണ്. ഞാൻ പിന്നെ എന്നെ കാണുന്നില്ലേ, ഞാൻ പിന്നെ സൗണ്ട് കൊടുക്കുന്നല്ലേ. വാ പിന്നെ. അപ്പൊ ഇതെങ്ങനെ തന്നെയാ? ഒന്നും കൂടി. ഇവിടെ ഒന്ന് കാണിക്കണേ. ഇതിൽ ക്ലിയർ ആവുന്നുണ്ടോ? നന്നായിട്ട് നോക്കണേ. ഇപ്പോൾ കാണുന്നുണ്ട്. ഇങ്ങനെ നോക്കാം. എൻ്റെ ഫോണിൻ്റെ ബ്രൈറ്റ്നെസ് കുറക്കണം. ഒന്ന് ബ്രൈറ്റ്നെസ് കുറച്ച് തരാം. ബ്രൈറ്റാ, കുറച്ച് മോഡിഫൈ ചെയ്യാം. ലോഡ് കമൻസ് അല്ലേ, കൺഫേം സ്റ്റാർട്ട്. 9, 10, 8, 7, 6, 5, 4, 3, 2, 1. രേണു രഘു 2523. എനിക്ക് വളരെ കാത്തിരിക്കുകയായിരുന്നു. താങ്ക് യു രേണു, താങ്ക് യു സോ മച്ച്. അതോടൊപ്പം തന്നെ കൺഗ്രാറ്റ്സ്, ഒത്തിരി അഭിനന്ദനങ്ങൾ. എനിക്ക് എങ്ങനെയാണ് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല എല്ലാവരോടും. 84 പേര് നമ്മളിതിൽ പങ്കെടുത്തിട്ട് അതിൽ ഒരാൾക്ക് സെലക്ഷനല്ല, സമ്മാനം കിട്ടിയിട്ടുണ്ട്. 84 പേരോടും ഒത്തിരി ഞാൻ എൻ്റെ നന്ദി അറിയിക്കുകയാണ്.
എങ്ങനെയാണ് എനിക്കിത് നന്ദി പറയേണ്ടതെന്ന് അറിയില്ല. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയവരും ഒരു ഹാർട്ടെങ്കിലും ഇട്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തവരും എല്ലാവരും ഉണ്ട്. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ കമൻസ് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഉപയോഗിച്ചില്ലേ, അത് തന്നെയല്ലേ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം. അപ്പം രേണു, എനിക്ക് പറയാനുള്ളത് വേറൊന്നുമല്ല, ഈ ഗിഫ്റ്റ് കിട്ടിയ ഉടനെ തന്നെ ഉപയോഗിച്ച് തുടങ്ങുക. കാരണം നോൺ സ്റ്റിക്ക് ആണല്ലോ, അറിയാലോ, 5 or 6 ഇത് സെറ്റ് ഉണ്ട്. നോൺ സ്റ്റിക്ക് ആകുമ്പോൾ സൂക്ഷിച്ച് വെക്കേണ്ട, കാരണം ടഫ്ലോർ കോട്ടിംഗ് ഉള്ളത് കൊണ്ട് തന്നെ പിന്നെ സ്ക്രാച്ച് വരും. എനിക്ക് എൻ്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. അപ്പോൾ കൈ കിട്ടിയ ഉടനെ തന്നെ അത് എല്ലാം യൂസ് ചെയ്യുക. 1 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചെറിയൊരു സ്ക്രാച്ച് വരുമ്പോൾ അതങ്ങ് ഒഴിവാക്കി കളയോ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നാലും പറയാണ്. പിന്നെ അടുത്ത ഗിവ് അവേ നമ്മൾ ഒരു 100 ആകുമ്പോൾ 100K ആകുമ്പോൾ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. അത് ഒന്നിൽ കൂടുതൽ ആൾക്കാർക്ക് തരണമെന്നും ആഗ്രഹമുണ്ട്. ദൈവം സഹായിച്ച് എല്ലാം നടക്കട്ടെ. പിന്നെ എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ഒന്നുകിൽ നമ്മുടെ ഡീറ്റെയിൽ ബയോയിൽ ഉണ്ടാവുമല്ലോ, ഒന്നുകിൽ നിങ്ങൾക്ക് മെയിൽ ID വന്നിട്ട് അവിടെ മെയിൽ ചെയ്ത് ഡീറ്റെയിലൊക്കെ പറയാം. അതിൻ്റെ കൂടെ നിങ്ങളുടെ ഫോൺ നമ്പറും കൂടെ തരുവാണെങ്കിൽ എനിക്ക് നേരിട്ട് വിളിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് കാര്യങ്ങളൊക്കെ അഡ്രസ്സൊക്കെ ചോദിക്കാമല്ലോ. അതല്ലെങ്കിൽ ഇൻസ്റ്റയിൽ വന്നിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അഡ്രസ്സും കാര്യങ്ങളും അതുവഴിയും തരാം. അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് സെൻഡ് ചെയ്ത് തരണേ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എനിക്ക് എങ്ങനെയാണ് സന്തോഷവും അഭിനന്ദനങ്ങളും അറിയിക്കേണ്ടതെന്ന് അറിയില്ല. പങ്കെടുത്ത എല്ലാവരോടും ഞാൻ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ നിർത്തുവാണ്. അപ്പം അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. Thank you so much. Thank you.